ഈന്തപ്പനകൾ വിളഞ്ഞു നിൽക്കുന്നത് കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ ഇതുപോലത്തെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്താട്ടോ. പ്രവാസിയായ ഖബീറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ കൊല്ലം ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. വിശദമായ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ കാണിക്കാം. പക്ഷെ ഇത്രത്തോളം കായ്ക്കുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. ഇതൊരു ഏകദേശം വർഷത്തിൽ 3-4 തവണയൊക്കെ ഇതിന് സീസൺ ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് ഈ ഈന്തപ്പനയുടെ നമ്മളുടെ പരിപാലനം, ഇത് ആദ്യം ആണ് പെണ്ണ് 2 ഐറ്റം ഉണ്ട്. അതായത് ഏതെന്ന് തിരിച്ചറിയണം. പിന്നെ അതിൻ്റെ ഒരു പരാഗണ രീതിയുണ്ട്. പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. മിർസ അഫ്സൽ യൂൻ സക്രിയ, സുൽത്താൻ ബത്തേരിക്കടുത്ത് പ്രവാസിയായ ഖബീറിൻ്റെ വീട്ടിലോട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇതേ വീടിൻ്റെ മുറ്റത്തു നിന്ന് ഞാനൊരു ഈന്തപ്പനയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈന്തപ്പന പഴുത്ത് പൂത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു അപൂർവ കാഴ്ച. കേരളത്തിൽ എവിടെയും കാണാത്ത ഒരു കാഴ്ചയാണ്. ഇന്നും അതേ സ്ഥിതി തന്നെ കേട്ടോ. വർഷത്തിൽ 2 തവണയാണ് ഈ ഈന്തപ്പനയിൽ നിന്നും കായ്കൾ പറിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ ചാനലിലുണ്ട്. ഒരു 10 മിനിറ്റ് വീഡിയോ ആണ്. 1 ലക്ഷത്തോളം പേര് യൂട്യൂബിൽ കണ്ട വീഡിയോ ആണ്. ഇന്ന് വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്കതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഞാനിപ്പോൾ വന്ന് നോക്കിയ സമയത്ത് പഴുക്കുന്നുള്ളൂ. ഓരോന്നിങ്ങനെ കായ്കളൊക്കെ ഇങ്ങനെ വീണ് നിൽക്കുന്നുണ്ട്. ഇവിടെ മുറത്തിലൊക്കെ കുറച്ച് ഇങ്ങനെ പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കാണ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ മനോഹരമായ കാഴ്ച കേട്ടോ. നിരവധി റൗണ്ട് ഫുൾ കുലകൾ എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെ പച്ച കറക്റ്റ് പഴുത്തിട്ടുള്ളൂ, മഞ്ഞ കളർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് മുകളിലോട്ട് വീണ്ടും ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത് വർഷത്തിൽ 2-3 തവണ കായ്ക്കുന്നു പറഞ്ഞത്. സാധാരണ എനിക്ക് തോന്നുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനെ ഉണ്ടാകും. ഇതുപോലത്തെ ഒരു കാഴ്ച കാണാം. കായ്ക്ക് ചെറിയൊരു വലുപ്പക്കുറവുണ്ട്. എന്തായാലും ഇതൊരു അപൂർവ കാഴ്ചയാണ് കേട്ടോ. അത് മാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ 2 തവണ ഈ വണ്ടി ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ പോലെ കബീറിൻ്റെ ഒരു ഭ്രാന്ത് എന്താ പറഞ്ഞാൽ ഈന്തപ്പനയാണ് കേട്ടോ. അദ്ദേഹം 2 തവണ ഒരിക്കൽ ഫാമിലി വരുന്ന സമയത്ത് ഈന്തപ്പന ഗൾഫിൽ നിന്നും തൈ കൊടുത്തയച്ചു. അപ്പോൾ അത് എയർപോർട്ടിൽ പ്രശ്നമായി. മണ്ണ് സംബന്ധമായ എന്തോ സംഭവം കൊണ്ട് വരാൻ പറ്റില്ലാന്ന്. അങ്ങനെ ഇന്നിവിടെ വീടിൻ്റെ മുറ്റത്ത് വന്നപ്പോൾ ഈന്തപ്പന, ഗൾഫിലെ ഈന്തപ്പന, ഖത്തറിലെ ഈന്തപ്പന അദ്ദേഹം ഇവിടെ നട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ ഇപ്രാവശ്യം കൊടുന്ന സമയത്ത് കുറേ ഇഷ്യൂസൊക്കെ ആയി എയർപോർട്ടിൽ. ഒരു 10-15 റുപ്യൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് കൊടുക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇന്ന് ഖത്തറിലെ വയനാട്ടിലെ ഈ തണുപ്പിലെ കാലാവസ്ഥയിലിട്ട് ഖത്തറിലെ തൈ കൊടുത്തിട്ടുണ്ട് ഇവിടെ നട്ടിന്. അത് ആദ്യം കാണും, എന്നിട്ട് നമുക്ക് മറ്റത് കാണാം. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ഇത് ഒറിജിനൽ കേട്ടോ, ഗൾഫ് ഖത്തർ തയ്യാട്ടോ. ഖത്തറുള്ള തയ്യാണ്. ഇത് എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം കണ്ടോ നിങ്ങൾ, ഒറിജിനൽ ഖത്തറിൽ ഒരു വലിയ ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടു, ഒരു റിസോർട്ടിന്റെ മുന്നിൽ കേട്ടോ ഒരു ഈന്തപ്പന കാഴ്ചത്. അപ്പോൾ ഇത്രമാത്രം ഒരു കുലകളൊന്നും എനിക്കതിൽ ഫീലായില്ല. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ഉടമസ്ഥന് അയാളുടെ ഒരു ആവേശം ആ ചാനലിൻ്റെ അവതാരകനോട് പറയുന്നത്, എൻ്റെ മക്കളെ നോക്കുന്ന പോലെ അത്ര ഞാൻ പരിപാലിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ് ഓരോരുത്തർക്കും ഓരോ മനസ്സിലെ ഈ വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഗബീറിൻ്റെ മനസ്സിലെ അദ്ദേഹത്തിൻ്റെ കഫിയിൽ ഒരു ഈന്തപ്പന കൃഷിക്കാരന് കൂടി ആയതുകൊണ്ടായിരിക്കാം അത്രമാത്രം പരിപാലനം അതുപോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പട്ടകളൊക്കെ ഉണ്ടോ അതാത് സമയത്ത് ഓരോന്നോരോന്ന് കറക്റ്റ് വെട്ടി അതുപോലെ തന്നെ ഇതിന് ഭയങ്കര മുള്ളായിരിക്കും. അത് പ്രവാസികൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്ത് ഇത്ര മനോഹരമായി ഇത്ര വൃത്തിയിലത് കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, ഉമ്മ, അതേപോലെ തന്നെ വൈഫൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് അത്രമാത്രം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഒരു കായ് പറിച്ച് മരത്തുമെന്ന് തിന്നാൻ പോകാൻ കേട്ടോ. കാലിന് ചെറിയൊരു പരിക്കുണ്ട്, പതുക്കെ കയറുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിനേക്കാൾ 2 അടി ഹൈറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഈ ഒരു ഹൈറ്റിലാണ് നിന്നത്. ഇത് പഴുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ചവർപ്പുണ്ട് കേട്ടോ. ആണല്ലേ, കിളികൾ കഴിക്കും, കിളികൾ തിന്നും. ശരി. ഒരു വർഷം മുമ്പ് ഞാൻ ഈ ഈന്തപ്പനയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് വീഡിയോ. യൂട്യൂബിൽ അത് 1 ലക്ഷത്തിൻ്റെ അടുത്ത് പേരെ കണ്ടത്. നിരവധി പേര് ഒരുപാട് അഭിപ്രായങ്ങൾ ചോദിച്ചു കേട്ടോ. വയനാട്ടിലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈന്തപ്പനകളുണ്ട്. റിസോർട്ടുകളിൽ, പള്ളികളുടെ മുറ്റത്ത്, പല സ്ഥലങ്ങളിലും. പക്ഷേ കായ്ക്കൽ വളരെ കുറവാണ്. കായ്ക്കുന്നുണ്ട്, പക്ഷെ ഇത്രത്തോളം കായ്ക്കുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. ഇതിന് സീസൺ ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് ഈ ഈന്തപ്പനയുടെ നമ്മളുടെ പരിപാലനം, ഇത് ആദ്യം ആണ് പെണ്ണ് 2 ഐറ്റം ഉണ്ട്. അതായത് ഏതെന്ന് തിരിച്ചറിയണം. പിന്നെ അതിൻ്റെ ഒരു പരാഗണ രീതിയുണ്ട്. അതിൻ്റെ വിദഗ്ധരായ ആളുകൾ തന്നെ വേണം. ഇപ്പോൾ കബീർ കോഴിക്കോടിൽ നിന്നും, അതായത്
ഖത്തറിലാണ്. ഖത്തറിൽ നിന്നും ഇതിൻ്റെ പൂമ്പൊടി കൊടുത്തയച്ചിട്ട് അത് കോഴിക്കോട് നിന്നും ഇതിൻ്റെ ഒരു വിദഗ്ധ ടീം വന്നിട്ട് അവരാണ് ഇതിൻ്റെ പരാഗണ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് നേരത്തെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. ഇതിൽ പകുതി ഏകദേശം പച്ചയാണ്, ബാക്കിയുള്ളതൊക്കെ ഒരു മഞ്ഞ കളറ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പഴുക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് കുറച്ചിങ്ങനെ ഇപ്പോൾ എന്താ പഴുക്കുന്നതിനനുസരിച്ച് ഓരോന്നിങ്ങനെ താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഈന്തപ്പനകൾ കണ്ടിട്ടുണ്ട്, കായ്കൾ ഉള്ളതും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത്രമാത്രം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അപൂർവ ഒരു കാഴ്ച തന്നെയാണിത്. അത്രമാത്രം ഇതൊന്നും കുറച്ച് ചുറ്റുഭാഗം തിങ്ങി നിറഞ്ഞ കുലകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ വശത്തും അതുപോലെ ഉണ്ട്. അതാണ് സീസൺ അല്ല എന്ന് ഇവർ പറഞ്ഞത്. 2, 3, 4 തവണയൊക്കെ വർഷത്തിൽ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ വയനാട്ടിൽ തന്നെ കാക്കവയലിൽ നിന്നും ഫാമിൽ നിന്നും വാങ്ങിയൊരു തൈയാണ്. അപ്പോൾ അന്ന് ആ തൈ വാങ്ങിയിട്ട് 2.5 വർഷമായപ്പോഴാണ് ഇത് കായ്ച്ചത്. 2 വർഷത്തിന് ശേഷം ഇത് കായ്ക്കാൻ തുടങ്ങി. അന്ന വീഡിയോയിൽ പലരും പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഈന്തപ്പനകൾക്ക് ഒരു മൂപ്പുണ്ട്, വർഷങ്ങൾ വേണമെന്ന്. പക്ഷെ അന്ന് അദ്ദേഹം കബീർ വാങ്ങിയ തൈ അതിനാണ് പ്രാധാന്യം. തയ്യിന് മൂപ്പുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും വാങ്ങിയ തൈ ഏകദേശം ഒരു ഈ ആയിട്ടുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. നമ്മളിപ്പോൾ ഇതിന് സീസൺ ഇല്ല, ഇത് ഒരു വർഷത്തിൽ 3, 4 തവണ ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് സംഭവം ഉണ്ടോ. മുകളിലോട്ട് ചെറിയ ചെറിയ കുലകൾ. ഇപ്പം ഇതിങ്ങനെ പഴുത്ത് വരുന്നതിനനുസരിച്ച് മുകളിൽ ചെറിയ ചെറിയ കുലകൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കബീറിൻ്റെ വീടിൻ്റെ മുറ്റത്ത്, മുക്കോടൻസ് വീടിൻ്റെ മുറ്റത്ത് ഒരു വശത്താണ് ഇപ്പോൾ ഇതിലുള്ളത്. ഒരു വശത്ത് അതേപോലെ തന്നെ ഖത്തറിന്ന് കൊടുക്കുന്ന ആ ഒരു പുതിയ തൈ നട്ട് ഇപ്പോൾ 1 വർഷമായി. അത് ഉഷാറായി വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നവർ ഞാനിപ്പോൾ കണ്ടു, സ്ഥിരം പോകുന്ന യാത്രക്കാർ തന്നെയാണ് ഇതിലെ പോകുന്നവർ. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കണ്ട് ആസ്വദിച്ചിട്ടാണ് ഇതിലെ പോകുന്നവർ. കാരണം പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ഇപ്പോൾ റിസോർട്ടിൻ്റെ മുന്നിലോ അതല്ലെങ്കിൽ പള്ളിയുടെ മുന്നിലോ ഒന്നുമല്ല. കബീർ വീട് വെച്ചപ്പോൾ കബീറിൻ്റെ മനസ്സിലൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, പ്രവാസിയായതുകൊണ്ട് തൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഈന്തപ്പന കുലച്ച് നിൽക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ ഭംഗിയായിട്ട് നിറവേറി. ഇപ്പോൾ തന്നെ ഓരോരുത്തരും ഇതിൽ പോകുന്നവരൊക്കെ ഓരോ സ്റ്റില്ലൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ. ഇപ്പോൾ ഇതൊരു മഞ്ഞ കളറായിട്ടില്ല. മഞ്ഞ കളർ കൂടി ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1, 2 ആഴ്ച കൊണ്ട് മഞ്ഞ കളർ വരും. അപ്പോൾ അത്രയും ഭംഗിയുണ്ടാവും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വീണ് പോകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷൻസിൽ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈന്തപ്പന വീട്ടിലുള്ളവർ അല്ലെങ്കിൽ ഈന്തപ്പന വെക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണുന്നത് നന്നാവും. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരിപാലനങ്ങളൊക്കെ അതിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കറക്റ്റ് പറഞ്ഞുതരാം. നമ്മൾ സുലു അന്ന് ഖത്തറിൽ പോയില്ലേ, അപ്പോഴേ നമുക്ക് ഇതുപോലത്തെ ഒരു ഫീൽ വന്ന് അല്ലല്ലേ? അതെ, അത് ഞങ്ങളന്ന് ഖത്തറിൽ പോയ സമയത്ത് മാത്രമാണ് ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫീൽ വന്നിട്ടുള്ളൂ. ആ ഒരു ഫീൽ ഇപ്പൊ ഞങ്ങൾക്ക് വയനാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഖത്തറിലെപ്പോ പോയി എന്ത്